അപ്പോൾ നമുക്ക് പൂരി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ റവയാണ്. ഇതിപ്പോൾ ഞാൻ ചെറിയ തരികളോട് കൂടി റവയാണ് ചേർത്തിരിക്കുന്നത്. ഏത് റവ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് റവ ചേർക്കണമെന്ന് നിർബന്ധമില്ല. റവ ഇല്ലാണ്ടും ഞാൻ പൂരി തയ്യാറാക്കി എടുക്കാറുണ്ട്. റവ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും. അതുപോലെ തന്നെ പൊങ്ങി വരില്ലേ, പൊങ്ങി വരുന്നത് കുറച്ചും കൂടി സമയം നിൽക്കും റവ ചേർക്കുമ്പോൾ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളമാണ്. ഇത് സാധാരണ പച്ചവെള്ളമാണ്. ഞാനിപ്പോൾ 1/3 കപ്പാണ് എടുത്തിരിക്കുന്നത്. എത്ര ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഞാൻ പറയാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. പൂരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡോ കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തിക്ക് കുഴക്കണം അത്രയ്ക്ക് സോഫ്റ്റായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഡോ ആയിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. എന്നാലാണ് പൂരി പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഞാനിത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം പോരാ, കുറച്ചും കൂടി വേണം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഇത് മതി, ഇനി വേണ്ട. ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം കറക്റ്റാണ്. എന്നാൽ ഒരുപാട് സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണ്ട, എന്നാൽ ഒരുപാട് ഹാർഡാവാനും പാടില്ല. ആ ഒരു രീതിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം കൂടിപ്പോരുത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ആവില്ല. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം, അടച്ചു വെക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് മാറും. അതിനുശേഷം നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല സ്റ്റിഫായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് കുഴച്ചെടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ആയിട്ടല്ല, എന്നാൽ ഒരുപാട് സ്റ്റിഫായിട്ടും അല്ല. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ചെറിയ ബോൾസാക്കി കൊടുക്കാം. നമുക്ക് തീരെ ചെറിയ പൂരി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് മതി, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വലുതാക്കി എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം, എങ്ങനെയാണെന്ന് ചെയ്യാം. ഇതപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ആട്ട ഉപയോഗിച്ചിട്ടാണ് പരത്തിയെടുക്കണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഉപയോഗിച്ചിട്ടും പരത്തിയെടുക്കാം. പലരും പല രീതിയിലാണ് ചെയ്യാറ്. പൂരി പരത്തിയെടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഈവനായിട്ട് പരത്തിയെടുക്കുക. ഒരു ഭാഗം കട്ടി കൂടുതലും ഒരു ഭാഗം കട്ടി കുറവൊക്കെ ആയിക്കഴിഞ്ഞാൽ പൂരി കറക്റ്റായിട്ട് പൊങ്ങി വരില്ല. ഇപ്പം ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പൊടി തട്ടിക്കളയാം. ഇപ്പോൾ ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയ പൂരിയൊക്കെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഷീറ്റ് പോലെ പരത്തിയെടുക്കുക ഒരുമിച്ച്. അതിനുശേഷം ചെറിയ എന്തെങ്കിലും ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ പൂരി പരത്തിയെടുക്കുമ്പോൾ കുറച്ച് തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയിരിക്കുന്നത്. ഒരുപാട് തിന്നായി പോകരുത്. ഇത് ഞാൻ ഈ പ്ലേറ്റിൽ വെച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പൂരിയും പരത്തിയെടുക്കാം. സെയിം പ്രൊസീജിയർ തന്നെ. ഞാനിതിപ്പോൾ കുറച്ച് വലിയ സൈസിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ സൈസിലായാലും മതി കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇതും ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഓരോന്ന് പരത്തി ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പത്തിരിയുടെ പ്രസ്സൊക്കെ ഇല്ലേ, അതുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷെ എല്ലാവരുടെ വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ പത്തിരിയുടെ പ്രസ്. അത് തന്നെയാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ കാണിക്കണത്. എല്ലാം ഞാനിനി പരത്തിയെടുക്കാം, അതിനുശേഷം കാണിക്കാം. ഇപ്പം ഞാനിതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പൂരി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം ഓയിൽ. ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ ഓയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ
നമ്മൾ നേരത്തെ പൂരിക്ക് കുഴച്ചില്ല ആ ഡോവിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ചൂടായിട്ടില്ല എന്നാണ് അർത്ഥം, അല്ലാന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പെട്ടെന്ന് തന്നെ വരും. ഇപ്പം എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടില്ല. കണ്ടില്ലേ, മുകളിലോട്ട് പൊന്തി കിടക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായെന്ന് അർത്ഥം. ഇതിപ്പോൾ ഒന്നും കൂടിയും ചൂടാവാനുണ്ട്. പൂരി ഇടുമ്പോൾ എപ്പോഴും എണ്ണ ആവശ്യത്തിന് ചൂടായതിന് ശേഷം മാത്രം ഇടുക, എന്നാലാണ് കറക്റ്റായിട്ട് പൂരി അങ്ങോട്ട് പൊങ്ങി വരുള്ളൂ. ഇപ്പോൾ ഓയിൽ ആവശ്യത്തിന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് പൂരി ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതുപോലെ കൈ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും എണ്ണ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ടോന്ന്. ഞാൻ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പൂരി ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു 1-2 സെക്കൻഡ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം ചിലവർക്ക് ഇതുപോലെ ഗോൾഡൻ കളർ ആവണത് ഇഷ്ടമുണ്ടാവില്ല. അപ്പം തന്നെ കുറെ പൂരിയൊന്നും ഒരുപാട് സമയം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അത് ഒരുപാട് അങ്ങോട്ട് ഹാർഡായിട്ട് പോകും. ഇത് മതി. ഞാനിനി കോരി മാറ്റാണ്. ഇപ്പം കണ്ടില്ലേ, നല്ല പഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പൂരിയും ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. കോരി മാറ്റാണ്. കുഴക്കണതും പരത്തണതൊക്കെ പെർഫെക്റ്റ് ആയാൽ മാത്രമാണ് ഇതുപോലെ ഫുള്ളായിട്ട് പൊങ്ങി വരുള്ളൂ. എല്ലാ പൂരിയും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇടുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഞാനിത് കഴിക്കുന്നത് പൊട്ടാറ്റോ മസാലയുടെ കൂടിയാണ്. അപ്പം നമ്മുടെ സോഫ്റ്റ് ആൻഡ് പഫി ആയിട്ടുള്ള പൂരി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പൊട്ടാറ്റോ മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുക്കണമെന്നില്ല, അങ്ങനെ തന്നെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ പലരും പല രീതിയിൽ ഇത് വേവിച്ചെടുക്കാറുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം വേവിക്കാറുണ്ട്, അതുപോലെ തന്നെ പീൽ ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടയ്ക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് വേവാനെടുക്കണ സമയം എന്ന് പറയുന്നത് നമ്മൾ എടുക്കണ ഉരുളക്കിഴങ്ങിനനുസരിച്ച് വ്യത്യാസം വരും. ഞാനിതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് 3 വിസിൽ വരണ വരെയാണ് വേവിച്ചെടുക്കണത്. നോക്കാം നമുക്ക് വെന്തിട്ടുണ്ടോന്ന്. പൊട്ടാറ്റോ മസാല തയ്യാറാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്ത് വരണം. പിന്നെ ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി, ഇതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ 4 വറ്റൽമുളക്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ എണ്ണ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പം ഇത് 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോട്ടെ, അതിനുശേഷം നമുക്കിത് തുറക്കാം. ഇപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനിനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചൂടാറാൻ വേണ്ടിയിട്ട്. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. ഒരു ചെറിയ ചൂടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് തണുത്തിട്ടില്ല. ഇപ്പോൾ 2 ഞാൻ തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം തൊലി കളഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് മാഷ് ചെയ്യണത്. എന്തുപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം. എല്ലാം ഇതുപോലെ ഉടച്ച് കൊടുക്കണില്ല, ചെറിയ കഷ്ണങ്ങൾ അതുപോലെ തന്നെ കിടക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യണത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. എപ്പോഴും ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ എല്ലാം മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഇതിലേക്ക് ഒഴിക്കണത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്.
നമുക്കിനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഒരുപാട് ഡാർക്ക് ഷെയ്ഡാവാൻ നിൽക്കണ്ട, ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ സവാള ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ വലിയ കഷ്ണങ്ങളൊക്കെ പോലെ കിടക്കണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ചൂടുവെള്ളം തന്നെ ഒഴിക്കാട്ടോ, ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുക്കണം. ഇതിലിപ്പോൾ വെള്ളം പോരാ, ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൽ കിടന്ന് കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം വേണം. പിന്നെ ഇത് തണുക്കുമ്പോൾ നല്ല തിക്കായിട്ടും വരും. നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം. അപ്പോഴായിരിക്കും തണുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആവുള്ളൂ. ഒരു സെമി ഗ്രേവി ആ ഒരു രീതിയിലാണ് ഞാൻ എടുക്കണത്. എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിട്ടാണ് തോന്നുന്നത്. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഇത് ആവശ്യത്തിന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു തിക്നെസ് ആയിട്ടുള്ള സമയത്താണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തത്. കാരണം ഇതിൻ്റെ ഗ്രേവി അത്യാവശ്യം തിക്കാണ്. ഇനി ഇത് തണുത്ത് വരുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിക്കായിട്ട് വരും. ഇതിനേക്കാളും നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം ഒന്ന് വറ്റിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ.